മരട് മണ്ഡലം കോൺഗ്രസ് 24 ഡിവിഷൻ കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബ സംഗമവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ചടങ്ങ് തൃപ്പൂണിത്തുറ MLA ശ്രീ കെ ബാബു അവർ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ജൈനി പീറ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആന്റണി ഫ്രാൻസിസ് കിഴവന സ്വാഗതവും മരട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സന്തോഷ് പുളിക്കൻ നന്ദിയും രേഖപ്പെടുത്തി. മുഖ്യ അതിഥിയായി മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി ആശാമ്പറമ്പിൽ സംസാരിച്ചു. ഡിവിഷനിലെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ മരട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജിൻസൺ പീറ്റർ ആദരിച്ചു. ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ കൊച്ചിൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു മെമന്റോ നൽകി ആദരിച്ചു. കുടുംബ സംഗമത്തിൽ ആശംസകൾ നടന്നുകൊണ്ട് 16ാം ഡിവിഷൻ കൗൺസിലർ ശ്രീ CB മാസ്റ്റർ, 17ാം ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ബേബി പോൾ, മരട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ ജോർജ് അലക്സ് നടുവിലവീട്, മാർട്ടിൻ പള്ളിപ്പാട്ട്, തൃപ്പൂണിത്തുറ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ PP സന്തോഷ്, ലാൽബർട്ട് ചെട്ടിയാൻകുടി, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഹൻസ്ല മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബ സംഗമത്തിന് ശേഷം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും സ്നേഹവിരുന്നോടുകൂടി മഹാത്മാഗാന്ധി കുടുംബ സംഗമം പര്യവസാനിച്ചു. 9 വർഷക്കാലമായി നമ്മുടെ ഡിവിഷനിൽ എല്ലാ വിദ്യാർത്ഥിനികൾക്കും പഠനോപകരണം വിതരണം ചെയ്യുകയും അതോടൊപ്പം തന്നെ SSLC +2 ബിരുദാനന്തര തലത്തിൽ ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ളവരെ അനുമോദിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ 100ാം വാർഷിക ദിനവും 21ാം ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ആഘോഷിക്കപ്പെടുകയാണ്. നമ്മൾ അവരെയെല്ലാം ചേർത്ത് പിടിക്കുകയും ആ പ്രവർത്തനം നമ്മൾ മുൻകാലങ്ങളിൽ ഇതിനു മുമ്പ് കോവിഡ് കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തി നമുക്കെല്ലാം മാതൃകയായ നമ്മുടെ മുൻ ഡിവിഷൻ കൗൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ ജിൻസൺ പീറ്ററിൻ്റെ മാതൃകയിൽ 21ാം ഡിവിഷനിലും 15 ദിവസം നമ്മൾ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തുകയുണ്ടായി. ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ജൈത്രയാത്ര, വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള ജൈത്രയാത്ര ഇനിയും തുടരണം. പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി പുതിയ കോഴ്സുകളും പുതിയ പഠന രീതികളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഴയ കാലത്താണെങ്കിൽ 3 വർഷത്തെ ഡിഗ്രി ആയിരുന്നു. ഇപ്പം 4 വർഷത്തെ കോഴ്സായി മാറി. 3 വർഷം പൂർത്തിയാക്കി പുറത്ത് പോകണമെന്നുള്ളവർക്ക് 3 വർഷം പൂർത്തിയാക്കിയതിന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കിട്ടും, പുതിയ പരിഷ്കാരം അനുസരിച്ച്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. പണ്ട് +2 10ാം ക്ലാസ് കഴിഞ്ഞ് +2, അത് കഴിഞ്ഞ് 3 വർഷത്തെ ഡിഗ്രി, അത് കഴിഞ്ഞ് 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ, അല്ലേ? അങ്ങനെയായിരുന്നു. അപ്പോൾ അതിന് വലിയ മാറ്റം വന്നിരിക്കുകയാണ്. 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് ഓണേഴ്സ് ഉൾപ്പെടെ നൽകുന്ന പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം വന്നിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സാമ്പ്രദായികമായ കോഴ്സുകൾക്ക് പഠിക്കാൻ കുട്ടികൾ ഇപ്പോൾ കുറവാണ്. ഈ സമൂഹത്തോടൊപ്പം ചിന്തിക്കാനും സമൂഹത്തോടൊപ്പം നിൽക്കാനും ഉള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നല്ല ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ പഠന കാലഘട്ടത്തിലും ജീവിതത്തിലും നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് അതിനതിജീവിക്കാൻ നിങ്ങൾ സാധിക്കണം എന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ ഇന്ത്യയിലെമ്പാടും കോൺഗ്രസിൻ്റെ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള ചടങ്ങുകൾ എല്ലാ സ്ഥലങ്ങളിലും സംഘടിപ്പിക്കുകയാണ്. കാരണം ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ വർഷവും നമ്മൾ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കൗൺസിലർമാരുടെയും എല്ലാം നേതൃത്വത്തിൽ ഇതുപോലുള്ള കുട്ടികളെ ആദരിക്കലും പുസ്തക വിതരണവും എല്ലാം നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ വർഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി, ആ രാഷ്ട്രപിതാവ് മഹാത്മജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റതിൻ്റെ 100ാമത് വാർഷികമാണ് നമ്മുടെ രാജ്യത്തെമ്പാടും കൊണ്ടാടുന്നത്. ആദ്യമായി ഇത്തരമൊരു കുടുംബ സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ എൻ്റെ സുഹൃത്തു കൂടിയായ ജയനിയോട് നന്ദി പറയുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ വെച്ച് ഞാനും ഇത്തരത്തിലൊരു ഉപഹാരം ഏറ്റുവാങ്ങാൻ അർഹയായി. അപ്പോൾ ഈ വർഷം അവാർഡ് നൽകാനായി എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതുമാത്രമല്ല,
ഇന്നിവിടെ ആദരിക്കപ്പെട്ടിട്ടുള്ള മരട് സ്വദേശിയായ ശ്രീ രഞ്ജിത്ത്, ഫിൻലൻഡിലെ ഒരു മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി ഈ വർഷം സ്ഥാനമേറ്റ രഞ്ജിത്ത് എൻ്റെ ബാല്യകാല സുഹൃത്തു കൂടിയാണ്. കഴിഞ്ഞ വളരെയധികം വർഷങ്ങളായി ആ നഗരസഭയിലെ ഒരു കൗൺസിലറായി സേവനമനുഷ്ഠിച്ചിരുന്ന രഞ്ജിത്ത് ഈ വർഷം അതിൻ്റെ ചെയർമാൻ എന്ന സ്ഥാനത്തേക്ക് ഉയർന്നു. അപ്പം അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ ആദരിക്കുന്ന ഈ ഒരു ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിനും കൂടി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കേരളത്തിലെ മാതാപിതാക്കൾ ഏറ്റവും അധികം അവരുടെ സമയവും ശ്രദ്ധയും പണവും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിക്ഷേപിക്കുന്നത് അവരുടെ കുട്ടികളിലാണ്. കുട്ടികളാണെങ്കിലും അതെ, ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു ബാല്യത്തിൻ്റെ നല്ലൊരു പങ്ക്, ഒരു 20 വയസ്സ് 22 വയസ്സ് വരെയുള്ള കാലഘട്ടം കൂടുതലും ചെലവഴിക്കുന്നത് പഠനം എന്നൊരു പ്രക്രിയയ്ക്ക് വേണ്ടിയാണ്. ഈ മരട് എന്ന് പറയുന്ന ഒരു കൊച്ചു പ്രദേശം ഇന്ന് പഴയ മരട് അല്ല. ഒരുപാട് രീതിയിൽ മരടെന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. വളരെയധികം വിദ്യാർത്ഥിനികൾ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കി സമൂഹത്തിൻ്റെ പല മേഖലകളിൽ ഇന്ന് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്തരത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കി ഇവിടെ ഈ കുടുംബസംഗമത്തിൽ ഉപഹാരം ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ എല്ലാ ആശംസകളും നിങ്ങളുടെ രക്ഷാകർത്താക്കൾക്കും നിങ്ങൾക്കും നേരുന്നു.